ഓഹ് ഒരെണ്ണം ഇവിടെ രാവിലെ തൊട്ട് ഫോണും തോണ്ടിയിരിക്കുന്ന ഇടി ആ സോഫിയാൻ്റെ മോളുണ്ടല്ലോ പുതിയ വീട് വാങ്ങാൻ വേണ്ടി പോവാ. നിങ്ങൾ രണ്ടും ഒന്നിച്ച് പഠിച്ചതല്ലേ? അമ്മയുടെ സോഫിയാൻ്റെ മോളുണ്ടല്ലോ അധികം താമസിക്കാതെ ഇന്ന് കരയുന്ന കാണാം. നീ എന്താ ഉദ്ദേശിച്ചേ? എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തി 1 കോടിയുടെ ഒരു വീട് വാങ്ങാനായിട്ട് ഇവിടെ തീരുമാനിക്കുകയാണ്. അതേസമയത്ത് ബി എന്ന് പറയുന്ന വ്യക്തി വാടകയ്ക്ക് താമസിക്കാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്, മാസം 25,000 രൂപ റെന്റ് കൊടുത്തിട്ട്. ഇപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് 20 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ബി വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ ബിക്ക് 20 ലക്ഷം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ബാക്കി 80 ലക്ഷം രൂപ എ ഇവിടെ ലോൺ എടുക്കും. അപ്പൊ ഇവിടെ അടുത്ത 20 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെങ്കിൽ എ ഇവിടെ എല്ലാ മാസവും 66,915 രൂപ EMI ആയിട്ട് അടയ്ക്കണം. മാത്രമല്ല ഇവിടെ എ ടോട്ടൽ 1,60,59,649 രൂപ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ബിയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ബിക്ക് ഇവിടെ എല്ലാ മാസവും 67,000 രൂപ ചെലവാക്കാനുണ്ടെന്ന് വിചാരിക്കാം. 25,000 രൂപ റെന്റ് അടച്ചതിന് ശേഷം ബാക്കി 42,000 രൂപ ബി SIP-ലേക്ക് ഇടുവാണ്. സോ ഇവിടെ ബി 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് 1,92,92,586 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. അതുപോലെ 20 വർഷം കഴിഞ്ഞ് SIP-ൽ നിന്ന് 3,86,34,000 രൂപയും സമ്പാദിച്ചു. അങ്ങനെ ടോട്ടൽ 5,79,26,595 രൂപ സമ്പാദിച്ചു. ഇനിയിപ്പം ഇവിടെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, എ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വീട് 3 കോടിക്ക് വിറ്റുവെന്ന്. അങ്ങനെങ്കിൽ എൻ്റെയും ബിൻ്റെയും ട്രാൻസാക്ഷൻ ഇങ്ങനെയാവും ഉണ്ടാവുന്നത്. സോ ഒരു വീട് വാങ്ങുന്നതിന് പകരം റെന്റിന് നിന്നുകൊണ്ട് ബിക്ക് ഒരു എക്സ്ട്രാ 3,92 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്ക് ബാങ്കിൽ ഒരു എക്സ്ട്രാ 2,12 ലക്ഷം രൂപ വെച്ചുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ വീട് വാങ്ങാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ ലോൺ ഇല്ലാതെ ഫുൾ സെറ്റിൽമെന്റിൽ ഒരു വീട് വാങ്ങുന്നത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആണോ? കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.